കണ്ണാടി നമുക്ക് കൊടുത്ത് ടവലെന്ത്. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ അതിഗൂഢമായ വായനയിലാണ് സത്തിരിക്കുന്നത്. ചങ്കുറു ആണെങ്കിൽ സത്ത് വായിച്ചു കഴിഞ്ഞാൽ എനിക്കും പത്രം വായിക്കണമല്ലോ എന്നുള്ള സങ്കടത്തിൽ തലയും കുനിച്ചിരിപ്പുണ്ട്. സത്ത് എന്തൊക്കെയോ കാര്യമായ വായനയിലാണ്, എന്തൊക്കെയോ പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ടുപിടിച്ച് വായിക്കുകയാണ്. പത്രത്തിൻ്റെ ബാക്ക് പേജ് എത്തിയിട്ടുണ്ട്. വായിച്ച് മഴ കാരണം തുണിയെല്ലാം നനച്ച് പോർച്ച് വിരിച്ചിട്ടിരിക്കുക കേട്ടോ. മഴ ഇങ്ങനെ മാറിയും തിരിഞ്ഞും പെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ രാവിലെ തന്നെ റൊട്ടിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അമ്മ പനിയായിട്ട് കിടപ്പായിരുന്നു. അപ്പോൾ അമ്മ നല്ല റൊട്ടി ഉണ്ടാക്കുന്ന മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ റൊട്ടി പരത്തി വന്നപ്പോൾ എൻ്റെ ഷേപ്പൊക്കെ ശകലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. നിങ്ങൾക്ക് ആ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആണെങ്കിൽ ബീഫ് കറിയുണ്ട്. അപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞാനും സത്തും കൂടി അടുത്ത് പോകാൻ ഇറങ്ങിയത്. അപ്പോൾ ചങ്കുറു എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നോക്കുന്നുണ്ട്. ആ ബുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് സത്തിൻ്റെ നമ്മൾ ഒരു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ബുക്ക് തരില്ലേ, വാക്സിനേഷൻ്റെ ബുക്ക്. നമ്മൾ സത്തിൻ്റെ വാക്സിനേഷൻ്റെ ബുക്കാണിത്. അപ്പോൾ ഞാനും സത്തും കൂടെ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ സത്തിന് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവാം. സത്തിൻ്റെ 10 വയസ്സിൻ്റെ വാക്സിനേഷൻ സത്തിന് ഞാൻ ഇതുവരെ എടുത്തില്ലെന്ന് ജനുവരി ആയതേ ഉള്ളൂ. ജനുവരിയിലാണ് സത്തിന് 10 വയസ്സായത്. പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസമായി. അപ്പോൾ ബാക്കി കുറേ പേര് എടുത്തെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് സത്ത് എനിക്കെടുത്തില്ലേ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സത്തിനെയും കൊണ്ട് ഞാൻ വാക്സിനേഷൻ എടുക്കാൻ പോകട്ടെ. അപ്പോൾ ചങ്ങൂൻ ടാറ്റ ബൈ ബൈ സിയോ ഒക്കെ പറഞ്ഞിട്ട് പോയി. വന്നിട്ട് ഇക്കാടെ കൂടെ പോകണം എന്നായിരുന്നു എനിക്കും അതിയായ ആഗ്രഹം മാത്രമല്ല, അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ആ കാരണത്തെപ്പറ്റി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം കേട്ടോ. ഞങ്ങൾ എന്താണ് റെയിൻ കോട്ട് ഇട്ട് വന്ന കാര്യം, ഇടവഴിയിലൊക്കെ മഴ നല്ല ചാറുകയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ മുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. നമ്മുടെ പുതിയപ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ കേന്ദ്രം. അപ്പം നമ്മുടെ ആശാ വർക്കർ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഇറങ്ങും പോയി എടുക്കലേ, അവിടെ പോയി എടുക്കണേ. അപ്പോൾ ആ ചേച്ചിയുടെ വാർഡിൽ നിന്ന് വരുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ബെനിഫിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളുടെ ചേച്ചി പക്ഷേ ഇന്ന് ട്രെയിനിങ്ങിന് പോയിരിക്കും. അപ്പോൾ ചേച്ചി വേറെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒക്കെ വന്നു. അപ്പോൾ ആദ്യമേ വന്ന് റെയിൻ കോട്ടൊക്കെ ഒരു സെറ്റാവാം കേട്ടോ. റെയിൻകോട്ടൊക്കെ ഊരി വണ്ടിക്കകത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല വെയിലാണ്, പക്ഷേ ഇടയ്ക്കൊക്കെ നല്ല മഴ ചാറുന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങണം, 10:30 ഇറങ്ങണം എന്ന് വിചാരിച്ച് 11 മണിയായി ഇറങ്ങിയപ്പോൾ കേട്ടോ. ഞങ്ങൾ 11 മണിക്ക് ഇറങ്ങി 11:30 ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറേ പേര് വാക്സിനേഷൻ എടുത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വാക്സിനേഷൻ എടുക്കാൻ വലിയ തിരക്കൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് പേര് ഇവിടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പോകാം. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ചില കാരണങ്ങളാൽ നമ്മുടെ വാക്സിനേഷൻ കുറച്ച് ഡിലേ വന്നു. ഞാനിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ പറയാം കേട്ടോ. എല്ലാം മുമ്പോട്ട് പോകുമ്പോൾ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് OP ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ OP ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാനും സത്ത് OP ടിക്കറ്റ് എടുത്തിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവർ വാക്സിനേഷൻ എടുക്കാനുള്ളവരെയും അല്ലാത്തവരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തൊക്കെ കയറ്റി വിടുന്നത്. അതായത് ഒരു വാക്സിനേഷൻ കയറും, ഷഫിൾ ചെയ്ത് അങ്ങനെയൊക്കെ കയറ്റി വിടുന്നത്. അപ്പം വാക്സിനേഷൻ എടുക്കുന്ന കുറേ പേര് നിൽക്കുന്നവരെല്ലാം സത്തിൻ്റെ ഏജുള്ളവരാകട്ടെ. ഏകദേശം എല്ലാവരും സത്തിൻ്റെ ഏജുള്ളവരാണ്. അപ്പോൾ ഇവിടെ ഡെങ്കിപ്പനിയുടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ആശാ വർക്കർ ഏൽപ്പിച്ച ആ ചേച്ചി അവിടെ നിൽക്കുന്ന ആ ചേച്ചിയാണ് ഓരോരുത്തരെ മാറി കയറ്റി വിടുന്നത്. അപ്പോൾ സത്തിനോട് ഞാൻ ചോദിക്കടാ, സത്തേ നീ ഓക്കെ ആണല്ലോ, നീ ഇവിടെ നടങ്ങി വാക്സിനേഷൻ എടുക്കാൻ സമ്മതിക്കുമല്ലോ, എന്നെ ഇവിടുത്തെ ടെൻഷൻ ആക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സത്തിന് ശകലം ടെൻഷനും പേടിയൊക്കെ അപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇക്കായം കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇക്ക വന്നാലേ സത്തിനെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റത്തുള്ളൂ. ഇക്ക ഒന്നീ കയ്യും കാലം പിടിച്ചിരുത്തുകയോ, കാരണം വെച്ചാൽ സംസാരിച്ചല്ല, അവൻ്റെ കയ്യെ കാലം പിടിച്ച് വാക്സിനേഷൻ എടുക്കുക, ഇരുന്ന് കൊടുക്കുകയോ, അല്ലെങ്കിൽ അവനെ അമർത്തി നമുക്കൊരു പേടി ഞാനെന്ന് പറയുമ്പോൾ അവനൊരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അവൻ്റെ ഒരു ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാളല്ലേ. ഇക്കാന്ന് പറയുമ്പോൾ ഒരു ശകലം ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു റെസ്പെക്റ്റ് അങ്ങനെ ഉണ്ടാവണം. ആരെങ്കിലും ഒരാളൊരു പേടി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇക്ക പറഞ്ഞാൽ കേൾക്കുന്നൊരു വിശ്വാസത്തിരിക്കും. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്നും നമ്മൾ ഡോക്ടർ റൂമിൻ്റെ അടുത്ത് എത്തി കേട്ടോ. മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ മെഡിക്കൽ ഓഫീസറിൻ്റെ റൂമിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ ഈ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ അമ്മയും മോളും കയറിയിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ ഞാനും സത്തും വെയിറ്റ് ചെയ്തിരിക്കട്ടെ, എപ്പോൾ കയറാൻ പറ്റുമെന്ന് പറഞ്ഞ്. സത്തിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. സത്തിൻ്റെ ഒരു വാക്സിനേഷന് പോലും ഇക്ക ഉണ്ടായിട്ടില്ല. അല്ല, ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ, 5 വയസ്സിൻ്റെ വാക്സിനേഷന്. അന്ന് വാക്സിൻ എടുത്തത് മുത്തൂറ്റ. സത്താണ് വിളിച്ച് കരഞ്ഞിട്ട് ഡോക്ടറും സിസ്റ്ററും എല്ലാവരും വന്ന് കൈയും കാലും പിടിച്ച് ബെഡിൽ കിടത്തി ഭയങ്കര സത്തിനെ കീഴ്പ്പെടുത്തിയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തതെന്ന് പറയാം. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് സത്ത് 5 വയസ്സ് അങ്ങനെ ഇപ്പോൾ ഇത്രയും വലുതായെങ്കിലും എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല കണ്ടോ. എല്ലാം 10 വയസ്സുള്ള കുട്ടികളെ വാക്സിനേഷൻ എടുക്കാൻ വന്നേക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വാക്സിൻ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അവിടെ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് വന്ന് ഇവിടെ വന്ന് നമ്മൾ വാക്സിൻ എടുക്കുന്നത്. നമ്മുടെ മുമ്പിലും ഒരു 9 മാസം 6 മാസം കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അവർ എഴുതും കേട്ടോ, അവിടെ ഈ ബുക്കിൽ എഴുതി വെക്കണമല്ലോ. അപ്പോൾ സത്തിൻ്റെ വെയിറ്റൊക്കെ നോക്കി ആ ബുക്കിലെ പേരും അഡ്രസ്സും നമ്പരും പിന്നെ നമ്മുടെ ബുക്കിലും മാർക്ക് ചെയ്ത് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ അപ്പോഴും സത്തിങ്ങനെ വളരെ ഇങ്ങനെ നിൽപ്പുണ്ട്. സത്തിൻ്റെ മുഖത്ത് എന്ത് ഭാവമാണ് നിങ്ങൾ കാണുന്നവർ കമൻറ്റ് ചെയ്യട്ടെ. എന്നിട്ട് സത്ത് കുറച്ച് അവിടെ നിന്നു. പിന്നെ സത്ത് ഇവിടെ വന്ന് ഇരുന്നിട്ട്
അവിടുത്തെ നോട്ടീസൊക്കെ മറ്റേ ആ കുഞ്ഞ് വായിക്കുന്നുണ്ടോ അതുപോലെ സത്തു അവിടെ എല്ലാ നോട്ടീസും വായിക്കും വിവരങ്ങൾ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാക്സിനേഷന് കയറിയിട്ട് ഇറങ്ങി നീ വന്ന രംഗം കേട്ടോ. ഈ രംഗം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും വാക്സിനേഷൻ എടുത്തിട്ടാണ് സത്ത് കരയുന്നതാണ്. സത്ത് വാക്സിനേഷൻ എടുക്കാൻ സമ്മതിച്ചില്ല. സത്ത് അവിടെ ഇരുന്ന് ഭയങ്കര ബഹളമാണ്. ലാസ്റ്റ് ഈ സിസ്റ്ററിനെ ചവിട്ടെന്ന് പറഞ്ഞ അവസ്ഥയപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, അപ്പോൾ അവർ പറഞ്ഞു എന്താ നിങ്ങൾ പുറത്തിറങ്ങി മോളെ പറഞ്ഞ് മനസ്സിലാക്കി റിലാക്സ് ചെയ്ത് കൊണ്ട് ഞാൻ പിന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ അകത്ത് കയറ്റി. എൻ്റെ ഒരു നിസ്സഹായാവസ്ഥ എൻ്റെ മുഖം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ വിചാരിച്ചു എന്തായാലും സത്യം എടുക്കാൻ സമ്മതിച്ചു. വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എല്ലാം കൂടെ കാണിക്കുക എൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഞാൻ വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ സത്യനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് ആദ്യം അമ്മായി വീഡിയോ കോൾ ചെയ്ത് അമ്മായി കാണിച്ച് സത്യനോട് പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇക്കായെ വിളിച്ച് കാണിച്ച് ഇക്കായെ കൊണ്ട് പറയും. സത്ത് ആര് പറഞ്ഞു സത്ത് കേൾക്കുന്നില്ല. സത്ത് ആകെ ഇടഞ്ഞൊരു മട്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ ഞാൻ പോവാം, അങ്ങനെ ഞാൻ ഇനി മിണ്ടത്തില്ല. എൻ്റെ ഞാൻ ഇക്കാട് പറഞ്ഞു ഇക്ക വന്നായിരുന്നേ സത്തിനെ എടുപ്പിക്കായിരുന്നല്ലോ, ഞാനിപ്പോൾ എൻ്റെ കൈ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ പറയുമ്പോൾ ഇക്കായ്ക്കും അമ്മായിക്കും ഒന്നും അതിനെപ്പറ്റി ഇതില്ലായിരുന്നു. ഓ നീ കൊണ്ടെടുപ്പിച്ചാൽ അത് എന്തോ പ്രശ്നം. രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്മാർത്ത് പറഞ്ഞു ഞാനൊരു യുദ്ധത്തിന് പ്രിപ്പയർ ആയി പോകുന്നത്, എന്ത് യുദ്ധം ഇഞ്ചക്ഷൻ എടുക്കാൻ മാത്രം പാടാണോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. ഞാനിപ്പോൾ സത്യത്തിൽ വിചാരിച്ചു സത്തിനെ ആണെങ്കിൽ 1.5 മാസം ഉള്ളപ്പോഴും 3 മാസം ഉള്ളപ്പോഴൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി രംഗമൊക്കെ ആലോചിച്ചു. 1.5 മാസം ഉള്ളപ്പോൾ ഞാൻ ഓട്ടോയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയി. ഇതേ കണ്ട സത്യനെ നമ്മൾ വീണ്ടും റിലാക്സ് ചെയ്ത് പറഞ്ഞ് തന്നെ ഇപ്പോൾ ഇഞ്ചക്ഷൻ ഒരു വിധത്തിൽ സിസ്റ്റർ എടുത്തിട്ട് വന്ന് സത്ത ഇഞ്ചക്ഷൻ എടുത്ത കയ്യെ പിടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് എൻ്റെ കൈ വേദന എടുക്കുന്ന അമ്മുക്കുട്ടി, അവർ വേദന എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കൈ വേദന എടുക്കുന്ന അമ്മുക്കുട്ടി, ഇതേ ഇവിടെ അമ്മുക്കുട്ടി നോക്കാം, അമ്മുക്കുട്ടി മുറുക്കി പിടിക്കാം, അമ്മുക്കുട്ടി എനിക്ക് വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സെക്കൻഡ്സുകൾ മാത്രമേ അത് ബാക്കി എല്ലാ സമയം അവൻ്റെ കൂടെ അവനിങ്ങനെ ഹഗ് ചെയ്ത് ഇങ്ങനെ പോട്ടെ മോനെ പോട്ടെ എന്ന് എന്നെ അതെല്ലാം ഞാൻ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് ഇരിക്കുക നിങ്ങൾക്ക് തോന്നരുത്. എന്നിട്ട് അമ്മ സത്യം നമുക്ക് എന്നിട്ട് സത്യനോടുള്ള സത്യം നമുക്ക് വീഡിയോ എടുക്കേണ്ട സത്യൻ്റെ വാക്സിനേഷൻ എടുത്തത് എന്നൊക്കെ പറഞ്ഞ് കല്യാണം മുഖമൊക്കെ നല്ലപോലെ സുന്ദരിക്കുട്ടിയായിട്ട് ഇരുത്തി എന്നൊക്കെ പറഞ്ഞ് അവനെ ഇതാക്കിയിട്ട്, പക്ഷേ അവനെ സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുമെന്ന് അവനോട് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനും സങ്കടമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം അങ്ങോട്ട് തെളിയുന്നില്ല. അവൻ്റെ മുഖം തെളിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ മുഖം തെളിയുന്നില്ല. അപ്പം ഞാൻ ഒരു ഉണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ചിട്ട് അവനെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവരെന്നെ പഠിച്ച അമ്മുക്കുട്ടി, അവനെ കുത്തി അമ്മുക്കുട്ടി അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് വേദന എടുക്കുമെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സത്തിനെ 1.5 വയസ്സുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് അമ്മ ഓട്ടോയിൽ എന്നെ സത്തിനെ ഒറ്റയ്ക്ക് വീട്ടിൽ പോയിട്ട് അമ്മ ഓഫീസിൽ പോയി കേട്ടോ, ജോലിക്ക് പോയി. അതിന് 3 മാസം ഉള്ളപ്പോഴും ഞാൻ പോയെടുത്തേ. അതിന് അമ്മയുടെ കൈ കൊടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ ശ്രമിച്ചു കേട്ടോ. എനിക്ക് പേടിയുണ്ട്, എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ കൊച്ചു കുഞ്ഞല്ലേ. അപ്പം അമ്മ പറഞ്ഞു, അമ്മ കൊണ്ട് കിട്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേണ്ട കുഞ്ഞിൻ്റെ അമ്മ തന്നെ എടുത്തുകൊണ്ട് വേണേൽ വാക്സിനേഷൻ എടുക്കാൻ പറ്റത്തുന്നല്ലേ കുഞ്ഞിന് ഇതാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇഞ്ചക്ഷൻ സങ്കടപ്പെടുന്ന ഹഗ് ചെയ്തിരിക്കുന്ന അമ്മയുടെ ആ ചൂടടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേദന കുറയുമെന്നൊക്കെയാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഇവൻ്റെ വേദന അങ്ങനെ കുറയുമ്പോൾ റിലാക്സേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇവനെ വാക്സിനേഷൻ എടുക്കാൻ കയറ്റിയപ്പോൾ ഞാൻ ഇവന് കുറച്ച് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ പറയുന്ന എന്തും ഞാൻ മേടിച്ചു തരാം, നീ പറയുന്നിടത്തൊന്നും മേടിച്ചു തരാം, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ കയറിയപ്പം അത്ര വലിയ മഴയൊന്നും പുറത്തുണ്ടായിരുന്നില്ലെങ്കിലും ആദ്യം പോയി വാക്സിനേഷൻ എടുക്കാതെ സത്യത്തിൽ ആ ഒരു ഡോസ് മരുന്ന് നമ്മുടെ വെറുതെ പോയി കേട്ടോ. ആ മരുന്ന് ഇതായിട്ട് പോകുന്നുണ്ട്. ആ മരുന്ന് കളഞ്ഞിട്ട് വീണ്ടും അടുത്ത ഡോസും നമ്മൾ രണ്ടാമത് കയറിയപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഡോസും മരുന്ന് എടുത്തിട്ടാണ് നമ്മൾ വാക്സിൻ എടുത്തത് കേട്ടോ. എന്നിട്ട് ആ സിസ്റ്റർമാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അവരോട് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഈ വീഡിയോ കൂടെ ഒരുപാട് താങ്ക്സ് പറയുക. കാരണം അധികം എങ്ങും ആരും അങ്ങനെ ചെയ്യില്ല. കാരണം ഇവിടെ അകത്തൊരു ആകെ പ്രശ്നമാണ്, കസേര ഇരിക്കത്തില്ല, എൻ്റെ മടിയിലിരുത്തി നോക്കി, എല്ലാവരും വന്ന് അവിടെ കയ്യിലും കല്ലൊക്കെ പിടിച്ച് നോക്കി. എന്നിട്ടൊന്നും രണ്ടാമതിപ്പോൾ അവിടെ അക്രമാസക്തമായിട്ട് എനിക്ക് ഓടാൻ പോയി, അക്രമാസക്തം എന്ന് തന്നെ പറയണം. എന്നിട്ട് വീണ്ടും പിന്നെ ഒരു വിധത്തിൽ സഞ്ചത്തി എങ്ങനെയോ പറഞ്ഞൊന്നും എടുത്തു. കാരണം അവർക്കും പേടിയാണ് അവൾ കൈ അണയ്ക്കുക എങ്ങനെയാവുമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ വലിയ മഴയില്ല, നിങ്ങൾ കണ്ടല്ലേ. ഇപ്പം നല്ല മഴ പെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ സത്തിനും നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ എനിക്ക് സത്യത്തിന് റെയിൻകോട്ട് എടുക്കാൻ പറ്റും. മീൻസത്തെ 10 മിനിറ്റ് അവിടെ ഇരിക്കണമെന്ന്. അപ്പോൾ 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമുക്ക് റെയിൻകോട്ട് അകത്തു തന്നെ ഇട്ടിട്ട് വന്ന് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി റെയിൻകോട്ട് ഹെൽമെറ്റും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഞാൻ സത്യനോട് പറഞ്ഞു മമ്മൂട്ടി വീഡിയോ എടുക്കുന്നോ, സത്യന് വീഡിയോ എടുക്കാൻ നമുക്ക് പോയിട്ട് വരട്ടെ, വീഡിയോ എടുക്കാമോ എന്നൊക്കെ. അപ്പോൾ അവന് കുറച്ചൊന്ന് ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാൻ ഫോണൊക്കെ കൊടുക്കുമ്പോൾ ഇതല്ലേ, കുറച്ച് നേരം ഫോൺ കാണാൻ കൊടുത്തു. ആദ്യം ഞാൻ വാക്സിനേഷൻ എടുക്കുമ്പോൾ പറഞ്ഞു നീ ഫോൺ കണ്ടോ, നീ ഫോണിൽ നോക്കിക്കോ. അവനാണ് ആ ഇഞ്ചക്ഷൻ സൂചിയിൽ മാത്രം നോക്കിയിരിക്കുക, നോക്കിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മുക്കുട്ടി പറഞ്ഞില്ലേ ഫോൺ കാണിക്കാൻ, കുറച്ച് ഫോൺ തന്നെ, ഞാൻ കുറച്ച് നേരം ഫോൺ കാണട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടും അവൻ്റെ സങ്കടം അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. ഇങ്ങനെ ആകെ ഒരു നിരാശാജനകമായ മട്ടിലേക്ക് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അമ്മുക്കുട്ടി പറഞ്ഞ സത്യമാണോ, അമ്മുക്കുട്ടി എനിക്ക് ഇഷ്ടമുള്ള മേടിച്ച് തരുമോ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൻ ക്ഷീണിതനായി അങ്ങനെ കിടക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ റെയിൻകോട്ട് ഇട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഭയങ്കര മഴയും കാറ്റും. അപ്പോൾ നമ്മൾ വരുന്ന വഴി കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറേ വാക്കുകൾ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. സോറി കേട്ടോ.
അങ്ങനെ ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, പറഞ്ഞ കാര്യങ്ങൾ ഒരു 5-6 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പം അത് വീഡിയോയിൽ അത് കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ വീണ്ടും റിപ്പീറ്റായി വരുന്നുണ്ട്. സോറി കേട്ടോ. അപ്പോൾ മഴയും കാറ്റും ശകലം കുറഞ്ഞ സമയത്ത് ഞാൻ സത്തും ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകാം. അപ്പോൾ സത്തിനോട് ഞാൻ ചോദിച്ചു, സത്തെ നമ്മൾ ഇതിൻ്റെ വാക്സിനേഷൻ തൊട്ട് ഫ്രണ്ടിൽ ഒരു സ്കൂളാണ്, നമുക്ക് അവിടുന്ന് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കടയാണ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുട്ടായി മേടിച്ചാൽ മതിയോ എന്ന് പറഞ്ഞു. അപ്പോൾ സത്ത് പറഞ്ഞു വേണ്ട, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇല്ലേ അത് ചെയ്യുന്നൊരു മിനി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞു. മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. സോറി, എടുത്താൽ തന്നെ മേടിച്ചാൽ മതി, ഹൈപ്പർ മാർക്കറ്റ് എടുക്കുക, അവിടെ മുട്ടായി എടുക്കുക ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. വീണ്ടും മഴ നല്ല കനത്ത് ശക്തമായിട്ട് പെയ്യുക കേട്ടോ. ഞങ്ങൾ വണ്ടി കയറാൻ വന്നപ്പോൾ മഴ നല്ലപോലെ പെയ്യുക. അപ്പോൾ ഞാൻ ഈ മഴ മാറുന്ന നോക്കി ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റും. ഇപ്പോൾ 1 മണി ആയി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളെ കാണാഞ്ഞിട്ട് അമ്മ എന്താ താമസത്തിന് വീണ്ടും വിളിച്ച് ചോദിച്ചു. ഷാൾ റെയിൻകോട്ടിനകത്ത് വെക്കണം വിചാരിച്ചേട്ടോ. പക്ഷേ ആ സത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ സങ്കടത്തോടെ അവിടെ നിന്നപ്പോൾ എനിക്ക് അന്നേരം അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഷോൾ വെളിയിലാണ് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് മുന്നോട്ട് വന്ന് അത്ത പഠിച്ച ഒരു സ്കൂളുണ്ട് വന്നു കഴിഞ്ഞാൽ JM Peters എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്ത പഠിച്ച ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോർഡ് കണ്ടോ, അത്ത പഠിച്ച ആ സ്കൂളിൻ്റെ ബോർഡാട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് സത്തിനെ ഒന്ന് എന്നാൽ ഓക്കെയാണോ, സത്യ കൈവേദനയുണ്ടോ, എന്നെ പിടിച്ച് കൈവേദനയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ ചോദിച്ച് മഴയത്ത് കണ്ടെങ്കിൽ നല്ല രസമുണ്ട്. റെയിൻകോട്ട് ഇട്ടേക്കുമല്ലയോ. അപ്പോൾ സത്തോർ സാരമില്ല, നമുക്ക് എന്തായാലും ഇഞ്ചക്ഷൻ എടുത്താൽ പനി വരുമെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഗുളിക കിട്ടി നമ്മൾ കഴിക്കുമല്ലോ, അപ്പോൾ ശകലം മഴ തന്നെയാലും കുഴപ്പമില്ല, അമ്മൂട്ടി വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇളയാദ്രി വന്നു. ഇളയാദ്രി വന്നപ്പോൾ സത്ത് അവിടെ ഉള്ളത് ചോദിച്ചാൽ ഏറ്റവും വലിയ മുട്ടായി ആദ്യം എടുത്തു. അപ്പം സത്തെ അത്രയും വലുത് വേണ്ട, ഇച്ചിരി ചെറുതെടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ സത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഡയറി മിൽക്കൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ഒരു ഡയറി മിൽക്ക് എടുത്തു. കാരണം സത്തിന് ഇഷ്ടമുള്ള സത്ത് എടുത്തു, പിന്നെ ഞാനും ഒരെണ്ണം എടുത്തു. കാരണം ആ എടുത്തത് അപ്പോൾ എന്തായാലും ചങ്കൂറോടെ നോക്കിയിരിക്കും. അപ്പോൾ എനിക്ക് ഞാനും ചങ്കൂറ് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് ഒരു 3 ലോലിപോപ്സും വാങ്ങി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയി ചേച്ചിയുടെ പൈസ കൊടുക്കാനൊക്കെ പോവാട്ടോ. നിങ്ങളുടെ മക്കളെ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ അവർക്കൊരു ധൈര്യം കൊടുക്കുകയും നമ്മുടെ മനസ്സിലൊരു ഇതുണ്ട്, എന്താവും പിന്നെ എന്താവും. നമ്മൾ ആദ്യം കുഞ്ഞിനെ ആദ്യം ഒരു വാക്സിനേഷൻ നമ്മൾ കൊണ്ടുപോകുമല്ലോ, ആ ഒരു ഫീലിംഗാണ് അവരുടെ എത്ര വയസ്സിൻ്റെ വാക്സിൻ ആണെങ്കിലും നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ അവിടെ ഞാൻ എലൈറ്റിൻ്റെ ബ്രൗണിയുടെ 2 ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ച് ഇനി സത്തിന് എന്താ വേണമെന്നൊക്കെ ചോദിച്ച് സത്ത് പറഞ്ഞു വേണ്ട ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കപ്പോൾ വീട്ടിൽ ഇപ്പം ചങ്കൂറിന് മേടിച്ച് അമ്മുക്കുട്ടി വേറെ എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ, വേറെ മേടിച്ചില്ലെങ്കിൽ സത്തിൻ്റെ ചങ്കൂറിന് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിക്കും. സത്ത് പറഞ്ഞു ചങ്കൂറിന് വേറെ മേടിച്ച് അമ്മുക്കുട്ടി ഇതെനിക്ക് ഒറ്റയ്ക്ക് തിന്നാൻ തരണം കേട്ടോ, എന്നിട്ട് ഷെയർ ചെയ്യാതെ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു സത്തപ്പോൾ അതൊക്കെ കവറിന് ചുറ്റി പിടിച്ചുകൊണ്ട് വരും കേട്ടോ, വണ്ടിക്കകത്ത് വെക്കാൻ വേണ്ടി. പിടിയില്ലാത്ത കവർ അവിടെ നിന്ന് തരുന്നത്, നമ്മൾ വണ്ടിക്കകത്ത് വെക്കാൻ സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മഴ മാറിയിട്ട് വരാനിരുന്നാൽ ഞങ്ങൾക്ക് ഇപ്പോഴും വരാൻ പറ്റത്തില്ല. അപ്പോൾ സത്ത് വീട്ടിൽ നമുക്ക് ഓക്കെ കണ്ടോ, സത്തിൻ്റെ ആ കരനെ മോക്കെ മാറ്റി സത്ത് ഹാപ്പിയായി. അപ്പോൾ അമ്മ ഇറങ്ങി ഓടി വരുക, എവിടെയാടാ ഇഞ്ചക്ഷൻ എടുത്ത്, ഏതാടാന്നൊക്കെ ചോദിച്ച് സത്തിനെ വിളിച്ചുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ ചങ്കുറു സത്തിൻ്റെ ഒരു കവർ കെട്ട് കണ്ടു. അപ്പോൾ അതെന്താ അമ്മക്കുട്ടി ഞാൻ ചങ്കുറു എന്ന് പറയണ്ടേ. അമ്മ സത്തിനെ കെട്ടിപ്പിടിച്ച് പോട്ടാന്നൊക്കെ സമാധാനിപ്പിച്ച് ചങ്കുറു ആ കവർ കെട്ട് ധരിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സത്തിൻ്റെ വാക്സിനേഷൻ്റെ വിശേഷങ്ങൾ. നിങ്ങളും നിങ്ങളുടെ മക്കളെ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഞാൻ ഇതിലേക്ക് വീഡിയോ എടുത്തൊന്നും ആരും വിചാരിക്കരുത്, സത്തിനെ സമാധാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ചേട്ടാ ബൈ ബൈ.